ഹലോ ഗൈസ്, അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. കുറേ കാലമായി വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഫ്രീ ആയതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇവിടെ താഴെ ഒരാളുണ്ട്, വെറുപ്പിക്കുകയാണ് വീഡിയോയിൽ വരണം, വീഡിയോ എടുക്കുക, അവളെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. വൈകുന്നേരം മോളെ കൂട്ടാൻ പോകുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുള്ള ഡെയിലി ബേസിക് ആയിട്ട് ചെയ്യുന്ന ഈവനിങ് ചെയ്യുന്ന ഞാൻ എൻ്റെ സെയിം റൊട്ടീൻ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിതാ വൈകുന്നേരം ഒരു 3-3:30 ആകുമ്പോൾ മോളെ കൂട്ടാൻ വേണ്ടി പോവും. ഹസ്ബൻഡ് ഉള്ള സമയത്ത് ഹസ്ബൻഡിൻ്റെ കൂടെ പോവും. പിന്നെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ട് അങ്ങനെ നടക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട്. കോമ്പൗണ്ടിൽ കയറിയിട്ട് ഈ പ്ലേ സ്കൂള്, പ്ലേ ക്ലാസ്, അതേപോലെ LKG UKG കുറച്ച് ദൂരെയാണ്. അപ്പോൾ അങ്ങനെ പോയി അവളെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അവളെ കൂടെ അവിടെ നിന്ന് അങ്ങനെ കളിക്കണം. ഊഞ്ഞാൽ, സ്വിങ്, അത് ഇതൊക്കെ കളിച്ച് പിന്നെ അവളെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടെ പിന്നെയും കളിച്ച് പകൽ ഫുൾ അവരെ കൂടെ കളിച്ചാലും പിന്നെയും ഇവരെ കാണുമ്പോൾ പിന്നെയും കളിക്കാൻ പോകും. അത് തന്നെയാണ് ഇന്നത്തെ അവസ്ഥ. എന്നും ഇവളെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഊഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആടി കുറച്ച് ഒരു 5-10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ അവിടെ നിന്ന് വരും. പിന്നെ അവിടെ നിന്ന് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു, ആ പപ്പ വന്നിട്ടുണ്ട്, പപ്പ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ട്, നമുക്ക് മന്തി കഴിക്കാൻ പോവാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഓക്കെ. മന്തി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെറുപ്പത്തിലേ ഇഷ്ടമാണ്. ഇവിടെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴേ ഞാനിങ്ങനെ ഇഷ്ടം പോലെ മന്തി കഴിക്കാനു. അങ്ങനെ ഞങ്ങൾ 2 പേരും, ഞങ്ങളല്ല 3 പേരും കൂടി ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടി വന്നു. മന്തി കഴിക്കാനല്ല, റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവളുടെ സ്ഥിരം ഹോബിയാണ് ഇതേപോലെ ഈ മയണൈസും അതേപോലെ തന്നെ ടൊമാറ്റോ സോസൊക്കെ എടുത്തിട്ട് കഴിക്കും. വെറുതെ കഴിക്കും. അത് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെ ഏട്ടൻ ഓർഡർ ചെയ്ത്, ഞാൻ ഹണി അൽഫാമാണ് പറഞ്ഞത്, ഏട്ടൻ നോർമൽ മന്തിയാണ് പറഞ്ഞത്. ഞാൻ ഹണി അൽഫാം മന്തി. അങ്ങനെ ഓക്ക് പ്ലേറ്റ്, പൊട്ടാത്ത പ്ലേറ്റ് കൊടുക്കണം. ഞങ്ങളിതിന് മുമ്പ് ഏതോ സ്ഥലത്ത് പോയപ്പോൾ പ്ലേറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഹണി അൽഫാമൊക്കെ എടുത്ത് വെച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഭയങ്കര സ്വീറ്റ് പേഴ്സണാണ്. സ്വീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്വീറ്റ് ഐറ്റംസ്. അങ്ങനെ റൈസും എല്ലാം എടുത്തിട്ട് അപ്പോഴത്തേക്ക് ഏട്ടൻ അവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റത്തെ ആ ഒരു ബൈറ്റ്, കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ മന്തി കഴിക്കുന്നത്. മന്തി വേറെ എവിടെ പോയി കഴിച്ചാലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. നെഹദിയിൽ തന്നെ പോകണം. അത് നെഹദിയിൽ നിന്ന് കഴിച്ചിട്ടുള്ളവർക്കറിയാം. കോഴിക്കോട് നെഹദിയിൽ നിന്നായിരുന്നു ഞങ്ങൾ ആദ്യം കഴിക്കലുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കണ്ടുപിടിച്ചതാണ് ഇവിടുത്തെ നെഹദി, പെരിന്തൽമണ്ണ ഉള്ളത്. അങ്ങനെ ഞാനും കാത്തും അതേപോലെ തന്നെ ഹസ്ബൻഡും കൂടിയിട്ട് മന്തിയൊക്കെ കഴിച്ച് അടിപൊളിയാക്കി. അതിൻ്റെ ആ പീസ് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ, പക്ഷേ ഇപ്രാവശ്യത്തെ ഹണി അൽഫാം അത്ര പോരാ, അൽഫാം മന്തി അത്ര പോരാ. എന്ന് വെച്ചാൽ കുറച്ച് കരിഞ്ഞു പോയ പോലെ എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഭയങ്കര, ഇല്ലെങ്കിൽ നല്ല ജ്യൂസി ആയിരിക്കണം. ഏട്ടൻ്റെ മന്തി ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബാക്കി പണികളൊന്നും വെക്കില്ല. അടിച്ചു വാരുക, ജസ്റ്റ് കുളിക്കുക, പിന്നെ അവളെ പഠിപ്പിക്കുക, ഭക്ഷണം കഴിക്കുക, പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കിടക്കുക. അതേ എൻ്റെ ഈവനിങ്ങുള്ള റെഗുലറായിട്ടുള്ള റൊട്ടീൻ അത് തന്നെയാണ്. അപ്പോൾ കുറച്ച് അടിച്ചു വാരാനുണ്ടായിരുന്നു. അകവും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് അടിച്ചു വാരിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ വിളക്ക് വെക്കാൻ നേരത്ത്, ആ സമയത്തല്ല ഞാൻ ഇങ്ങനെ വിളക്കൊക്കെ കഴുകുക, അതിന് മുമ്പേ ഒന്ന് ജസ്റ്റ് കഴുകി വെക്കും. എന്നും കഴുകുന്നതിനെ കൊണ്ട് അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നും ഞാൻ ജസ്റ്റ് കഴുകി വെക്കും. അപ്പം അത്ര വൃത്തികേടൊന്നും ഉണ്ടാവില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് സോപ്പിട്ടിട്ട് കഴുകുക, വെക്കുക, അത്ര തുടച്ച് വെക്കുക, അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖമാണല്ലോ. രാവിലെ പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ട് നേരെ വിളക്ക് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതൊരു സുഖമായിട്ട് എനിക്ക് പിന്നീട് തോന്നിയത്. ആദ്യം ഞാൻ പിന്നെ കുളിച്ച് വന്ന് കഴിഞ്ഞ് വിളക്കെടുത്ത് വിളക്ക് കഴുകി വെച്ചിട്ട് അങ്ങനെയായിരുന്നു ചെയ്യൽ. പിന്നെ അതൊക്കെ മാറി ഇപ്പോൾ ഞാനിങ്ങനെ ആദ്യമേ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെക്കും. അപ്പോൾ വേഗം കുളിച്ച് വന്നു കഴിഞ്ഞാൽ നേരെ വിളക്ക് വെക്കാമല്ലോ. ഞാൻ വിളക്ക് വെക്കുന്ന സൗണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവള് വേഗം ഓടി വന്ന് അപ്പോൾ ഇന്നൊരു പ്രത്യേകത, എന്താ വീഡിയോ എടുക്കുന്നത്, അവളെ വീഡിയോ എടുക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം വിളക്ക് വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സുഖം കിട്ടും.
ഫുള്ള് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഉള്ളതൊക്കെ ഞാൻ റിലീഫ് ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ്. എന്ന് വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതല്ലാതെ ഞാൻ കുറച്ച് നേരം അല്ലാതെ ഇരുന്നിട്ട് കുറച്ച് നേരം എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അത് എന്തോ എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നവർ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെ വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് അവൾ എൻ്റെ കൂടെ നാമം ചൊല്ലും കേട്ടോ. കുറച്ച് നേരം ഇരുന്നിട്ട് ചെയ്യില്ല, ഞാൻ ഈ വിളക്ക് വെക്കുന്ന ഈ ഒരു സമയത്ത് അവൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ നാമം ചൊല്ലുകയുള്ളൂ. അത് പണ്ടൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഇതേപോലെ ഒന്നുമല്ല. അമ്മ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒച്ചത്തിൽ നാമം ചൊല്ലും. അത് ആ 2 വീട് അപ്പുറം കേൾക്കും. അങ്ങനെ അത്രയും സൗണ്ടിൽ നാമം ചൊല്ലുമായിരുന്നു. ഇപ്പം അതൊക്കെ പോയി, വലുതായില്ലേ, മാറ്റങ്ങൾ അനിവാര്യമാണ്. അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിപ്പിക്കലാണ്. അപ്പോൾ എന്നും പഠിപ്പിക്കുന്നത്, സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് വിടുന്നത് എന്താ വെച്ചാൽ ഞാൻ ഒന്നും കൂടി റിവൈസ് ചെയ്ത് ഒന്നും കൂടി പഠിപ്പിക്കും, അത്രേ ചെയ്യുള്ളൂ. പിന്നെ ചില ദിവസങ്ങളിൽ ഹോംവർക്ക് ഉണ്ടാവുള്ളൂ. ഹോംവർക്ക് ഉള്ളത് ചെയ്യലാണ് ബുദ്ധിമുട്ട്. അതിപ്പോൾ മലയാളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് കുറേ സമയം വേണം. അങ്ങനെ ആദ്യം പഠിപ്പിക്കാൻ വെച്ച് 3rd ടേമാണ് ഇപ്പോൾ, ലാസ്റ്റിലേക്കായില്ലേ, 3rd ടേമാണ്. അപ്പം പിക്ചേഴ്സ്, അതിൻ്റെ ഫോട്ടോസ് പഠിക്കൽ, ലെറ്റേഴ്സ് പഠിക്കൽ, അതൊക്കെ നമ്പേഴ്സ്, അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ മലയാളത്തിലെ നല്ല കടുകട്ടി വാക്കുകളാണ്, അതൊക്കെ പഠിക്കാനുണ്ട്. അങ്ങനെ മലയാളവും ഇംഗ്ലീഷും മാത്സും ഒക്കെ പഠിപ്പിച്ച് കുറച്ച് നേരം ഞാൻ അവളെ കൂടെ ഇരുന്ന് അങ്ങനെ വായിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കും, സ്റ്റോറീസുള്ള പറഞ്ഞു കൊടുക്കും, പോയംസ് പറഞ്ഞു കൊടുക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഹോംവർക്ക് ഉണ്ടെങ്കിലേ ഞാൻ ഹോംവർക്ക് ചെയ്യിപ്പിക്കലുള്ളൂ. അപ്പോൾ ഭയങ്കര മടിയാണ് ഹോംവർക്ക് ചെയ്യാൻ. ഈ ഈ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതേപോലെ ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ള മക്കളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഇവൾക്ക് ഭയങ്കര മടിയാണ്. അയ്യോ, ഒരു പേജിൽ ABCD ഒക്കെ എഴുതി വരുമ്പോഴത്തേക്കും ഒരു 2 മണിക്കൂറൊക്കെ കഴിയും. അത്രയ്ക്ക് ടൈം എടുക്കുകയും ചെയ്യും. ഭയങ്കര ഡിലേ ഉള്ള ആളാണ്, ഭയങ്കര സ്ലോലി എല്ലാം ചെയ്യുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഹോംവർക്ക് ചെയ്യാനുള്ളതും കൂടി എഴുതിപ്പിച്ചിട്ടാണ് കിടത്തുക. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശനി ഞായറും മാത്രം ഇരുന്നിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് അന്നത്തേക്ക് ലോഡായി കുറേ ആയി പോകുമല്ലോ. അത് ശനി ഞായർ അവൾ തീരെ പഠിക്കാനിരിക്കില്ല. എന്താ വെച്ചാൽ ഫുള്ള് കളിക്കാനിറങ്ങും. കളിച്ച് ആൾ പഠിക്കാനിരിക്കില്ല. പഠിക്കാനിരിക്കുമ്പോൾ പറയും വയറുവേദനയാണ്, അയ്യോ ഉറക്കം വരുന്നത്, അങ്ങനത്തെ കുറേ ന്യായീകരണങ്ങളുണ്ടാവും. അങ്ങനെ ന്യായീകരണങ്ങളൊക്കെ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അന്നന്ന് പഠിപ്പിക്കുന്നത്. അന്നന്ന് ഉള്ള ഹോംവർക്കും അന്നന്ന് തന്നെ ഞാൻ ചെയ്യിപ്പിക്കും. ചില സമയത്ത് ഏട്ടൻ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കും. പക്ഷേ എന്നാലും എൻ്റെ അടുത്താണ് പിന്നെയും കൂടുതൽ അടങ്ങിയിരിക്കുക. എന്നെ കുറച്ച് പേടിയാണ്. ഞാനെന്താ അടിക്കുകയോ അങ്ങനത്തെ പേടിയുണ്ട് എന്നെ. ഏട്ടൻ അങ്ങനെ അടിക്കില്ല എന്നുള്ള ഒരു ഇതുള്ളതിനെ കൊണ്ട് ആൾ ഭയങ്കര ഇതായിരിക്കും, ഏട്ടൻ്റെ അടുത്ത് ഭയങ്കര കളിയായിരിക്കും. അതുകൊണ്ട് ഏട്ടൻ്റെ അടുത്ത് അങ്ങനെ ഇതാക്കില്ല. അത് കഴിഞ്ഞ് എഴുതാനുള്ളത് എഴുതി. എത്ര ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് എഴുതാൻ പറഞ്ഞാലും എഴുതൂല. ഇതേപോലെ ബെഡിൽ തന്നെ ഇരുന്ന് എഴുതണം, അപ്പോഴേ അവൾക്ക് സമാധാനമാവുള്ളൂ. ഞാൻ കുറേ പറഞ്ഞു നോക്കിയതാണ്, എന്ത് പറഞ്ഞാലും കേൾക്കില്ല. പക്ഷെ എനിക്ക് വൃത്തിയായിട്ട് എഴുതുന്നതും ഇതാക്കുന്നതും തോന്നിയത് ടേബിളിൻ്റെ മുകളിൽ പോയിരിക്കുമ്പോഴാണ്, അല്ലേ? ടേബിളിൻ്റെ മുകളിൽ നല്ല വൃത്തിയിൽ പോയിരുന്ന് എഴുതുമ്പോഴായിരിക്കും വൃത്തിയാവുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പക്ഷേ ഇതുവരെ അവൾ അത് ചെയ്യുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുന്നതൊന്നും എനിക്കിതിൽ ഈ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ആ സമയത്ത് എന്തോ ഇതായിട്ട് ഞാൻ മറന്നു പോവുക, എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ടില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് പഠിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നു. ജസ്റ്റ് പാത്രങ്ങളും ഒക്കെ വാഷ് ചെയ്ത് കിച്ചൺ ഞാൻ ക്ലീനാക്കി വെക്കും. അതാകുമ്പോൾ രാവിലെ ആകുമ്പോൾ വലിയ പണി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ രാത്രി തന്നെ ഉള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലും പുതിർത്താനോ കാര്യങ്ങളോ അങ്ങനത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ പുതിർത്തിയും കൂടി വെച്ചിട്ടാണ് പിന്നെ ഇതാക്കുക. പക്ഷെ ഇന്ന് അതിന്ന് വ്യത്യസ്തമായി അവൾക്ക് നറുനീണ്ടി കുടിക്കണം എന്ന് പറഞ്ഞു. ഈ പെരിന്തൽമണ്ണ ഈ ഭാഗത്തുള്ളവർക്കറിയാം, പ്രസൻറ്റേഷൻ സ്കൂളിൻ്റെ അടുത്ത് തന്നെ നറുനീണ്ടീൻ്റെ കടയുണ്ട്. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എന്നും ഇവൾക്ക് വേണം നറുനീണ്ടി. അത് 1 ഗ്ലാസ് പോരാ, 2 ഗ്ലാസ് വേണം, 2 ഗ്ലാസ് വേണമെന്ന് പറയും. അത് കഴിഞ്ഞ് ഞങ്ങൾ നറുനീണ്ടിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വന്ന് ഞാനും ഹസ്ബൻഡും മോളും കൂടി കുറച്ച് നേരം ഇരുന്നിട്ട് കളിച്ച് ഉറങ്ങും. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വ്ലോഗ്.